ഈ കൊട്ടേഷൻ കൊടുത്തുള്ള ബലാത്സംഗം എന്നുള്ള കേസിന് നിലനിൽക്കില്ല അല്ലേ? കുറെ ക്രിമിനലുകൾ ചേർന്ന് അതിജീവിതയെ ബലാത്സംഗം ചെയ്തു എന്ന രൂപത്തിലാണ് കേസ് നിൽക്കുക. സ്മൃതി, ആ നിലയിലേക്കാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെയെങ്കിൽ എന്തിനാണ് സാക്ഷികളുടെ മൊഴിമാറ്റാൻ 8ാം പ്രതിയായ ദിലീപ് ശ്രമിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം ലഭിക്കേണ്ടി വരും. കാരണം സാക്ഷികളുടെ മൊഴിമാറ്റാൻ 8ാം പ്രതിയായ ദിലീപും സംഘവും ശ്രമിച്ചതിന്റെ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ നിറയെ പൊതു ഇടത്തിൽ കിടക്കുന്നുണ്ട്. രണ്ടാമത്, ഈ പണം കൈമാറിയത് ദിലീപാണെന്ന് വ്യക്തമായിട്ടുണ്ട്. പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധവും അവിടെ നിന്ന് പണം കൊണ്ടുപോയതിന്റെ തെളിവുകൾ, അവർ തമ്മിലുള്ള ടെലിഫോൺ ഒപ്പം കത്ത് ഇടപാടുകൾ, ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ, തെളിവ് നശിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്കൊപ്പം ദൃശ്യങ്ങൾ ഈ 8ാം പ്രതിയുടെ കൈവശമുണ്ടെന്ന് തെളിഞ്ഞ കാര്യം, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഒരു യാതൊരു തരത്തിലും കുറ്റം ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ എന്തിന് വ്യഗ്രതയോടെ തെളിവുകൾ നശിപ്പിക്കാൻ ഇറങ്ങണം? എന്തിന് സാക്ഷികളെ പണം നൽകി കൂടെ നിർത്താൻ ശ്രമിക്കണം? എന്തിന് ഭീഷണിപ്പെടുത്തണം? എന്തിന് അന്വേഷണ സംഘത്തലവനെ അപായപ്പെടുത്താൻ ശ്രമിക്കണം എന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ അതൊക്കെ പൊതുവിടത്തിൽ തെളിവുകളായി അവശേഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിജീവിത ഇനിയും പോരാട്ടം തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനപ്പുറത്തേക്ക് പ്രോസിക്യൂഷനും പോരാട്ടം നടത്തേണ്ടി വരും. കാരണം വലിയ സംഘം കൃത്യമായി ഇങ്ങനെ ഗൂഢാലോചന തെളിഞ്ഞില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് പ്രോസിക്യൂഷന് കനത്ത തിരിച്ചടിയല്ലേ? കാരണം വർഷങ്ങളെടുത്ത ഒരു കേസാണ്. 8.5 വർഷങ്ങൾക്കിപ്പുറമാണ്, 3215 ദിവസങ്ങൾക്കിപ്പുറം ഗൂഢാലോചന തെളിഞ്ഞില്ല, തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നത് ഈ കേസിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റായി മാറുകയല്ലേ? സുജി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോസിക്യൂഷൻ ഇത്രയേറെ തെളിവുകൾ അവർ കോടതിയിൽ എത്തിച്ചു എന്ന ആത്മവിശ്വാസമാണ്. അതിനപ്പുറത്ത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. ഈ പെൺകുട്ടി, ഈ ആക്രമിക്കപ്പെട്ട അതിജീവിത ഹൈക്കോടതിയിലും ഒപ്പം സുപ്രീം കോടതിയിലും നൽകിയ പരാതികളും ഹർജികളുമുണ്ട്. അത് കോടതിയിൽ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അവിശ്വാസം രേഖപ്പെടുത്തിയതെന്ന് കൃത്യമായി ആ പരാതികളിൽ പ്രതിപാദിക്കുന്നുമുണ്ട്. കാരണം അവൾ പീഡിപ്പിക്കപ്പെട്ടതിന്റെ ദൃശ്യങ്ങളടക്കം ആ കോടതികളിൽ, ഈ 3 കോടതികളിൽ അത് പരിശോധിക്കപ്പെട്ടു. അത് ഏതെങ്കിലും തരത്തിൽ ആ ദൃശ്യങ്ങൾ കൃത്രിമത്വം അതിൽ നടന്നോ എന്ന സംശയമടക്കം ആ കുട്ടിക്കുണ്ട്. ഇപ്പോൾ ശ്യാം ദേവരാജ് കോടതിക്കകന്ന് പുറത്തേക്ക് എത്തിയുണ്ട്. ഞാൻ മൈക്ക് ശ്യാം ദേവരാജിന് കൈമാറാം. ഇതിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികളാണ് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായത്. ആ പ്രതികളെയാണ് കോടതി കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയത്. എല്ലാ വകുപ്പുകളിലും, അതായത് ചുമത്തപ്പെട്ട ഏതാണ്ട് 12ഓളം വകുപ്പുകളുണ്ട്. ആ 12ഓളം വകുപ്പുകളിലും ഈ ആദ്യ 6 പ്രതികളും കുറ്റക്കാരാണ് എന്നാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മറ്റ് 4 പ്രതികൾ, അതായത് 7 മുതൽ 9, 10 വരെയുള്ള പ്രതികൾ, നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള മറ്റ് 4 പ്രതികളെയും ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ല എന്നാണ് കോടതി കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരെ വെറുതെ വിടുകയും ചെയ്തു. ദിലീപ് ഈ കേസിൽ കുറ്റമുക്തനാണ്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസാണ് സംബന്ധിച്ച വിധി അല്പസമയം മുമ്പ് പറയുകയും ചെയ്തത്. കോടതിയിൽ ഏതാണ്ട് 10 മിനിറ്റോളമാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ നീണ്ടുനിന്നത്. അതിനുശേഷമാണ് കോടതി ഇക്കാര്യത്തിൽ ഈ കുറ്റമുക്തരാക്കപ്പെട്ട ആളുകളെ അവർക്ക് പോകാം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ മറ്റ് കുറ്റമുക്തരാക്കുന്നു എന്ന കാര്യം വ്യക്തമാക്കുക കൂടി ചെയ്തത്. അല്പസമയം മുമ്പാണ് ഈ കൊച്ചി നടി ആക്രമണ കേസിലെ ശിക്ഷാവിധി അല്പസമയം മുമ്പാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ 12-നായിരിക്കും ഇനി കോടതി വാദം കേൾക്കുകയും ചെയ്യുക. അതായത് ആദ്യത്തെ 6 പ്രതികളുടെ ശിക്ഷാവിധിയിലാണ് കോടതി വാദം കേൾക്കുക. അതായത് ഇപ്പോൾ ഈ കൊട്ടേഷൻ നൽകിയുള്ള ബലാത്സംഗ കേസ് എന്ന രൂപത്തിൽ ഇനി അത് പറയാൻ പറ്റില്ലല്ലോ. ഏത് കൊട്ടേഷൻ? കുറെ ക്രിമിനലുകൾ ചേർന്ന് ബലാത്സംഗം നടത്തി, കൂട്ടബലാത്സംഗ കുറ്റം തെളിയുന്നു എന്നാണ് പറയുന്നത്. ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. പൾസർ സുനിയെ അറിയില്ല എന്ന ദിലീപിന്റെ വാദമാണോ ഇപ്പോൾ കോടതി മുഖവിലേക്ക് എടുത്തിരിക്കുന്നത്? പൾസർ സുനിയും ദിലീപും തമ്മിൽ കൂടിക്കാഴ്ച നടന്നതിന്റെ, ഒരേ സ്ഥലത്തെത്തിയതിന്റെ ഒക്കെ ദൃശ്യങ്ങളും വിവരങ്ങളും എത്തിയിട്ടുള്ളതാണ്. ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖകൾ ചിലത് കോടതിക്ക് മുന്നിൽ എത്തിയിട്ടുള്ളതാണ്. പൾസർ സുനിക്ക് കിട്ടിയിരിക്കുന്ന വലിയ രീതിയിലുള്ള സാമ്പത്തികമായ ലാഭം, അതിന്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. ജാമ്യത്തിലിറങ്ങിയ പൾസർ സുനി പല ഘട്ടങ്ങളായി വലിയ വാഹനങ്ങളിൽ കൊച്ചിയിൽ വന്നു പോകുന്നതിന്റെ തെളിവുകളടക്കം കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതൊക്കെ തന്നെയും മുന്നിൽ, പൊതുജനത്തിന് മുന്നിൽ തെളിവുകളായി നിൽക്കുമ്പോൾ കോടതിക്ക് മുന്നിൽ എന്തൊക്കെ തെളിവുകളാണ് പരിശോധിച്ചത്? ശ്യാം, പ്രോസിക്യൂഷൻ ഇത് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഹാജരാക്കിയ എല്ലാ തെളിവുകളും, അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കുന്നതും ഗൂഢാലോചന കുറ്റം, ഈ 2 കുറ്റങ്ങളാണ് ഈ 7 മുതൽ 10 വരെയുള്ള പ്രതികൾക്കെതിരെ, അതായത് ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. അത്തരം ഒരു കുറ്റങ്ങളും നിലനിൽക്കില്ല. ഈ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് കോടതിയുടെ നിരീക്ഷണം. കോടതി അങ്ങനെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. 7 മുതൽ, അതായത് ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ് ഉൾപ്പെടെയുള്ള അവസാനത്തെ 4 പ്രതികൾക്കെതിരെ
പ്രതികൾക്കെതിരായും ഉള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് തന്നെ കോടതി അതിന്റെ വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അത് പ്രോസിക്യൂഷന് തിരിച്ചടിയാണ് എന്ന് തന്നെ കരുതാം. അതായത് രണ്ടാമത്തെ കുറ്റപത്രം അനുസരിച്ച് ഒരു പ്രതികളും കുറ്റക്കാരല്ല എന്നതാണ്. രണ്ടാമത്തെ കുറ്റപത്രം പൂർണ്ണമായും തള്ളുന്നു. ആദ്യ കുറ്റപത്രം അനുസരിച്ചുള്ള ആദ്യത്തെ 6 പ്രതികളാണ് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തത്. പൾസർ സുനി ഉൾപ്പെടെയുള്ള ആദ്യത്തെ 6 പ്രതികളാണ്. അവർക്കെതിരെ പ്രോസിക്യൂഷൻ ചുമത്തിയ എല്ലാ കുറ്റവും നിലനിൽക്കും. നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതാണ്, ഇതൊരു ഈ ബലാത്സംഗത്തിൽ അതല്ലെങ്കിൽ ഈ കൂട്ടബലാത്സംഗത്തിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി സമ്പൂർണ്ണമായും തള്ളുന്നു. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി, വിചാരണ കോടതി സമ്പൂർണ്ണമായും തള്ളുന്നുണ്ട്. അക്കാര്യത്തിൽ എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. കോടതി മുറികളിൽ നിന്ന് നിർവികാരനായാണ് ഈ പ്രതികളെല്ലാം തന്നെ ഇത്തരം ഇത് സംബന്ധിച്ച് ശിക്ഷാവിധി സംബന്ധിച്ച് അല്ലെങ്കിൽ വിധിന്യായം കേട്ടത്. ഇവരുടെ ശിക്ഷാവിധിയുമുള്ള കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ 6 പ്രതികളുടെ ശിക്ഷാവിധിയുമുള്ള വാദം 12-ന് കോടതി കേൾക്കുകയും ചെയ്യും. അത് വെള്ളിയാഴ്ചയായിരിക്കും കോടതി ഇത് കേൾക്കുക. വിശദമായ വാദമായിരിക്കും. കാരണം അത് നടപടിക്രമങ്ങൾ പാലിച്ചാണ് അത്തരമൊരു കാര്യത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചന കേസിൽ പ്രതിയാക്കപ്പെട്ടിരുന്ന നടൻ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുന്നു. ദിലീപിനെ വെറുതെ വിടുന്നു, കോടതി വെറുതെ വിടുന്നു. വിചാരണ കോടതി അതിൽ നിരീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രോസിക്യൂഷൻ കണ്ടെത്തിയ തെളിവുകൾ പ്രോസിക്യൂഷന് ഈ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം തന്നെയാണ്. അതിൽ പ്രതിഭാഗം ഉയർത്തി, അതായത് ദിലീപിന്റെ വാദം, ദിലീപിന്റെ അഭിഭാഷകരുടെ വാദമെല്ലാം കോടതി അതേപടി അംഗീകരിക്കുകയാണ്. ഏതെങ്കിലും ഒരു കുറ്റം പോലും, അതായത് തെളിവ് നശിപ്പിക്കപ്പെട്ടു എന്ന കുറ്റം പോലും അക്കാര്യത്തിലേക്ക് കോടതി പ്രോസിക്യൂഷന്റെ ആ വാദം പോലും കണക്കിലെടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനവും. ബാലചന്ദ്രകുമാർ മുന്നോട്ട് വെച്ച തെളിവുകളുമോ? അത്തരം ഒരു തെളിവുകളും പരിഗണിക്കപ്പെട്ടിട്ടില്ല. പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കപ്പെട്ട ഒരു തെളിവുകളും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ഒരു തെളിവുകളും കോടതി പരിശോധിച്ചിട്ടില്ല എന്നല്ല, പരിഗണിച്ചിട്ടില്ല. അതെല്ലാം തള്ളിക്കളയുകയാണ്. ഇക്കാര്യങ്ങൾ ഗൂഢാലോചന കുറ്റവും തെളിവ് നശിപ്പിക്കപ്പെടുന്ന കുറ്റവും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അതിന്റെ വിധിന്യായത്തിൽ പറയുന്നത്.